പല ദിവസവും ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മയും മോനും ഇങ്ങനെ തന്നെ ജീവിതകാലം മുഴുവനും പോകണമെന്ന്. പക്ഷേ കുറേ കൃമികൾ ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ അമ്മയെയും മകനെയും തെറ്റിച്ചു. ഇപ്പോഴും അവർ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് രേണുവിനെ വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രേണുവിൻ്റെ ചേച്ചി എങ്ങാനും ഇത് ചെയ്യിക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്. രേണു സുഖമില്ലാതെ കിടന്നിട്ട് പോലും ഇതിൻ്റെ പിന്നിൽ കുറച്ചു പേര് കണ്ടൻറ്റിന് വേണ്ടി, റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി കുറച്ചു പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർ ആ കുടുംബത്തിനെ വെറും അഴുക്ക രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഉത്തരവാദി രേണുവിൻ്റെ ചേച്ചി, അവരെ വീട്ടുകാർ തന്നെയാണ് ഇതിന്. അല്ലെങ്കിൽ ആ അമ്മയും മകനും ഇപ്പോഴും സന്തോഷമായിട്ട് ഒരുമിച്ച് കഴിയാനുള്ളതാണ്. അവരെ ഒരു കുടുംബത്തിലെ കാര്യം എന്തിനാണ് ഇങ്ങനെ വിളമ്പണത്? ബ്ലോഗേഴ്സിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരാരും ഇപ്പം അതൊന്നും അവരെടുത്ത് വെച്ച് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിന്നും കുറച്ച് പേര് രേണുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, രേണുവിനെ സപ്പോർട്ട് ചെയ്യണ രീതിക്ക് നിന്നുകൊണ്ട് അവർക്ക് റീച്ചിന് വേണ്ടി അവർ മുതലാക്കിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് പേരുണ്ട്. ഒരു നേരം സന്ധ്യ ആവുമ്പോൾ ലൈവിലോട്ട് കയറി ഇരുന്നും കൊണ്ട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉള്ളതിൻ്റെ പേരിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന രീതിക്ക് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് നാൾ കൊണ്ടേ തുടങ്ങിയതാണ്. കൊര 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 എന്നും പറഞ്ഞ് ഇരുന്നും കൊണ്ട് അങ്ങ് വായി തോന്നണ വിളിച്ച് പറയുകയാണ്. ഇപ്പം പറയണത് എന്തോന്നാണ്? സുതിയ കിച്ചു അടിച്ചെന്നോ ഭിത്തിയിൽ വെച്ച് ഒട്ടിച്ചെന്നോ ഇതൊക്കെയാണ് പറയണത്. ഇതൊക്കെയാണ് കിച്ചുവിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളെന്നാണ് ഇപ്പം പറയണത്. ഇടക്കാലത്ത് പറയണായിട്ട് രേണുവിനെ കയറി പിടിച്ചതായിട്ട് ഇപ്പം പറയുന്നു സുതിയ ഭിത്തിയിൽ വെച്ച് എന്തേലും ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചെന്നോ ഇടിക്കാൻ ഒരുങ്ങിയെന്നോ. ഇവളുമാരവിടെ ആയിരുന്ന എന്തെങ്കിലും കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കണ്ടൻറ്റിന് വേണ്ടി എന്തിനാണ് ഇരുന്നിങ്ങനെ ലൈവുകളിലിരുന്ന് പ്രസംഗിക്കണം? വേറെ ഒരു പണിയില്ലേ? എന്തെല്ലാം കണ്ടൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പം കുറേ നാൾ ഇതിനു മുമ്പ് രേണുവിൻ്റെ കണ്ടൻറ്റ് എടുക്കണതിന് മുമ്പ് ഒരാളിനെ വെച്ചിട്ടായിരുന്നു ഒരാളിനെ വെച്ചിട്ട് സ്ഥിരം നിരന്തരം അങ്ങ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ കൂടുതലും ഒത്തിരിയെങ്കിലും റീച്ചുള്ളവരെയാണ് ഇവരെ പിടിക്കണത്. ഈ റീച്ചുള്ളവരെ പിടിച്ചുകൊണ്ട് അതിൽ നിന്നും കണ്ടൻ്റ് എടുത്ത് ഇങ്ങനെ അങ്ങ് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. നിർത്തിക്കൂടെ ഇനിയെങ്കിലും? അവർ ജീവിക്കട്ടെ. അമ്മയും മകനും അവരെ കുടുംബം. അതിൻ്റെ ഇടയിൽ കയറി എന്തിനാണ് കളിക്കണത്? ഇതൊക്കെ കണ്ടാൽ പിന്നെ ആരാണ് സംസാരിക്കാതിരിക്കുന്നത്? നമ്മളെ ബിഷപ്പ് അച്ഛൻ പ്രാർത്ഥനകളുമായിട്ട് സുധീലയത്തിൽ വരുന്നുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് അച്ഛൻ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും ഇരുന്ന് പറയുന്നു. ഈ അച്ഛന് റീച്ചിന് വേണ്ടിയിട്ടാണ്. ഞാൻ അപ്പോഴേ ചിന്തിക്കുന്നു, ഈ അച്ഛൻ എന്തിനിങ്ങനെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോകണം. പിന്നെ അതും അവിടെ ഒരു കണ്ടൻ്റാക്കി കിച്ചുവിൻ്റെ കാര്യവും എന്തൊരു ചെറിയ കുട്ടിയുടെ കാര്യവും ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊന്ന് കേൾക്കാം. ഒരു ആൾക്കാരൻ തന്നെ പ്രൈസ് ചെയ്യുവാനും അയ്യോ ബിഷപ്പ് അങ്ങനെ ഞങ്ങൾ വളരെ കൈമുട്ടി പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരാഴ്ചയിലേക്ക് വരുത്തി പിഞ്ചു കുഞ്ഞിന് ഒരു അമ്മയെ ആവശ്യമായിട്ടുണ്ട്. ഞാനതാണ് നിങ്ങളോട് പറയാം. ഈ പൊന്നോമന പുത്രന് ഇവനൊരമ്മയെ ആവശ്യമായിട്ടുണ്ട്. എൻ്റെ പൊന്നച്ചോ, അതുപോലെ ഒരു കുട്ടിയാണ് മറ്റതും. അവനും അമ്മയില്ല. അവൻ്റെ അമ്മയും കുഞ്ഞുനാളിലെ അവർ മരിച്ചു പോയില്ലേ? അവൻ്റെ അമ്മയും മരിച്ചുപോയി, അവൻ്റെ അച്ഛനും മരിച്ചുപോയി. അച്ഛൻ പറയുന്ന ഈ കുട്ടിക്ക് അച്ഛനില്ല, അതുപോലെ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിന് അമ്മ നഷ്ടപ്പെടാതിരിക്കണം, അങ്ങനെ എൻ്റെ പൊന്നച്ചോ, മറ്റേ കുട്ടിക്ക് അമ്മയുണ്ടാ അച്ഛനുണ്ടാ? അതൊരു അനാഥ കുട്ടിയെ പോലെയല്ലേ അത് കഴിയണം? അതിനാരുണ്ട്? അതിൻ്റെ വിഷമം അത് ആരെടുത്ത് പറയൂ? അച്ഛൻ എന്ത് ഈ ഒരു കൊച്ചിനെ മാത്രം പറയണ്? രമ്യ അടുത്തുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. ആ കുഞ്ഞിനെ അവനെ നല്ല രീതിയിൽ ഒരു വയസ്സുള്ള പ്രായം അവനെ പൊന്നോമന പോലെ വളർത്തിക്കൊണ്ട് വന്ന് അവനെ ഒരു കരകെത്തിക്കാൻ അമ്മ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അമ്മ പറയുന്ന കേട്ടല്ലോ, എൻ്റെ ആവശ്യമില്ല. ഏതോ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ട് എൻ്റെ മകനെ വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്,
വേറെ ആർക്കും ഉദ്ദേശിച്ചത് കിച്ചുവിന് വിട്ടുകൊടുക്കരുതെന്നാണ്. വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്. എൻ്റെ മകനെ എൻ്റെ രമ്യ ചേച്ചിയും തങ്കപ്പച്ചനും തങ്കമ്മച്ചിയും പിന്നെ കണ്ണാപ്പി ചേട്ടനും കൂടെ നോക്കും, എൻ്റെ മോനെ പൊന്നുപോലെ നോക്കും എന്നാണല്ല പറഞ്ഞ. ഇപ്പം അച്ഛൻ പറയണ് ആരുമില്ല, ഞാൻ അടുത്തിരിക്കണതാ. നിങ്ങൾക്കറിയാമല്ലോ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അവന് ഒരു വളർത്തമ്മയുടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനും ഈ കുഞ്ഞിന് വേണ്ടി ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കൊള്ളാല്ല. രാഹുൽ ദാസ്, രാഹുൽ സുധിക്ക് മൂത്ത മകൻ്റെ കാര്യമാണ് പറയുന്നത്. രാഹുൽ ദാസിന് ഒരു വളർത്തമ്മ, എന്നിട്ട് കിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്നാൾ പറയണായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞ് കിച്ചു എന്ന് പറയും, കിച്ചു എന്ന് അവനെ വിളിക്കൂല, രാഹുൽ ദാസ് എന്നാണ് വിളിക്കണേന്ന് അച്ഛൻ എടുത്ത് പറഞ്ഞു. ഇനി അച്ഛൻ മാറ്റണ്ട. ഇപ്പം പറയണ രാഹുൽ ദാസിനും വളർത്തമ്മേരെ ആവശ്യം ഉണ്ടെങ്കിൽ വളർത്തമ്മ ആക്കിയാച്ചോ. രേണു പല സ്ഥലത്തും പറഞ്ഞല്ലോ എൻ്റെ മകനാണ്, എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിക്കണ എൻ്റെ ഈ മകനാണെന്ന്. ഇപ്പം അച്ഛൻ പറയണ് വളർത്തമ്മയെന്ന്. എന്തേരച്ചോ സ്നേഹത്തോട് തന്നെ മുൻപോട്ട് പോകട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം. ആരോഗ്യവും പറഞ്ഞു, ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ യോജിപ്പിക്കാനാണ് നോക്കേണ്ടത്. മറിച്ച് ബിഷപ്പ് അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ്. ഞാൻ ഒരിക്കൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ വീട്ടിൽ ഇവര് കുടുംബ പ്രാർത്ഥനയിലും അച്ഛോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആ മകനെയും ആ അമ്മയെയും തമ്മിൽ പിരിക്കുവാനാണ് അച്ഛൻ അവിടെ വരണതെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ കാര്യം നോക്കി അച്ഛൻ പോവും. പിന്നെ അതെടുത്ത് വെച്ച് ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യണത് പിന്നെ കുത്തിത്തിരിപ്പല്ലേ. എന്നിട്ട് രാഹുൽ ദാസ് എന്നും പറഞ്ഞ് പ്രസംഗിക്കുകയും ഇതിനെ എടുത്തു വെച്ചിട്ട് അച്ഛൻ ഓരോന്ന് പറയുന്ന കേട്ടുകൊണ്ട് അതിനെ അപ്പോഴും റിയാക്ട് ചെയ്യും ഓരോരുത്തരും. എന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിൽ നിന്നും കണ്ടന്റ് ഉണ്ടാക്കി, അതായത് ഇപ്പം അച്ഛൻ പറയണത് തന്നെ കണ്ടന്റ് ഉണ്ടാക്കി രേണുവിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നവർ തന്നെ അവരെ ചാനൽ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്കെന്താണ്? അവർക്ക് റീച്ച് വേണം, അവർക്ക് ഡോളർ വേണം. അതിനു വേണ്ടി നിസ്സാരമായ കാര്യങ്ങൾ പോലും ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് രേണു പാവമാണ്, രേണു അങ്ങനെയാണ്, രേണു ഇങ്ങനെയാണ്, കിച്ചു അങ്ങനെ ചെയ്തു, കിച്ചു അച്ഛനെ സുധിയെ മതിലിൽ വെച്ചിട്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ കണ്ടന്റ് ഉണ്ടാക്കുന്നല്ലോ. ഇതൊക്കെ മുതലെടുക്കുകയാണ്, ഇതൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണതാണ്. അത് ആർക്കും മനസ്സിലാവുന്നില്ല. പോരെങ്കിൽ അച്ഛനും കൂടെ ഓരോന്ന് വന്നങ്ങ് ഇട്ട് കൊടുക്കും അവർക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിന് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നാലും ഇവിടുത്തെ മാതാപിതാക്കളും ഇവര് പേര് പറഞ്ഞ് ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ കുടുംബത്തെ കുത്തിത്തിരിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ എൻ്റെ പൊന്നച്ചോ, ആ അതെവിടെയെങ്കിലും കിടന്ന് ജീവിച്ചോട്ടെ, അതാരെയും ഒരു ശല്യത്തിനും വരണില്ല. അതിൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. ആളുകൾ എന്തെല്ലാം അതിനെ പറയുന്നുണ്ട്. കിച്ചുവിനെ എന്തെല്ലാണ് പറയണത്, കയ്യിൽ ടാറ്റു അടിച്ചെന്നും പറഞ്ഞ് അതിനെപ്പറ്റി കുറ്റം പറയണ്. പിന്നെന്തേര് രേണുവിനെ കയറി പിടിച്ചെന്നും പറഞ്ഞ് വെറുതെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അച്ഛനല്ലേ പറഞ്ഞ എത്രയോ കേസുകളുണ്ട്, എന്തോ വലിയ ഭൂകമ്പാമൻ ചെയ്തു, എന്തോ അത്രയ്ക്കും കുറ്റകൃത്യാമൻ ചെയ്തു എന്ന അച്ഛനല്ലേ വന്ന് ഇന്ന് വിളമ്പി ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പം ഒരു പുരോഹിതൻ വന്ന് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് അവിടെ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ 23 വയസ്സായ അല്ല 22 വയസ്സായ ഒരു ആൺകുട്ടിയെ പറ്റി ഇങ്ങനെ വന്ന് നിന്നും കൊണ്ട് അച്ഛൻ പറയുമ്പോൾ ജനങ്ങൾ ഇത് ഏറ്റുപിടിച്ച് അതൊരു കണ്ടന്റാക്കി അങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചുവിന് ജനങ്ങളിലേക്ക് കൂടെ അച്ഛൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്തേലും തൃത്താലം പോലീസ് എന്നെ വിളിച്ചു, തൃക്കിത്താനം പോലീസ് എന്നെ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനല്ലേ വന്നിരുന്ന് പറഞ്ഞത്. ഇപ്പം പറയണ ആ കുട്ടിക്കും വേണ്ടി ആ മകന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാണ്. വളർത്തമ്മയ്ക്ക് വേണ്ടി അവനും പ്രാർത്ഥിക്കണം, അവന് വേണമെങ്കിൽ വരണമെന്ന്.
രേണു പറയുന്നുണ്ടല്ലോ എൻ്റെ സ്വന്തം മകനെ പോലെയാണ് കണ്ടിരിക്കണത്, കിച്ചുവാണ് എൻ്റെ മോനെന്ന്. പല ഇൻ്റർവ്യൂകളിലും രേണുവിന് പിടിച്ചു പറ്റാനാണെങ്കിലും രേണു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ അച്ഛൻ വന്നിരുന്നുകൊണ്ട് പറയുന്നു വളർത്തുപുത്രനാണ്. അതിന് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് വിഷമം വരും അച്ഛൻ ഒരു നേരം പോയിരുന്നു അങ്ങോട്ട് ചിന്തിച്ചു നോക്കും. സഹോദരങ്ങൾ ഇതിനെ ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് നിങ്ങൾ ഭയങ്കരമായ രീതിയിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ നിങ്ങൾ രാവിലെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കും, സിസ്റ്റർ രേണുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കും, ആരുടെയെങ്കിലും മറ്റു 2-3 ഫോട്ടോകൾ എടുത്തിട്ട് നിങ്ങൾ ഒന്നിൽ കാറിനകത്തിരും, അല്ലെങ്കിൽ റൂമിനകത്തിരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവായ സ്ഥലത്ത് നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ വിമർശനത്തോടുകൂടി വീഡിയോകൾ ഇടുകയാണ്. ആ കൊച്ചിനെ കൊണ്ടുവരാ അച്ഛൻ ഓരോന്ന് പറയിക്കുന്നുണ്ട്. അങ്ങനെ നീ ഇങ്ങനെ പറയണം, അച്ഛനായിരിക്കൂല പറയണം, അത് രമ്യയാണ് ചെയ്യിക്കണത്. അച്ഛൻ്റെ അടുത്ത് പറയും അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ ജനങ്ങളിൽ ഇട്ട് കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആ കുട്ടിയെ കൊണ്ടുവരെ പറയുന്നുണ്ട് അച്ഛൻ ആ മകനെ ചേർത്ത് പിടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ അവർ ചെയ്യിക്കണതാണ്. തീരെ വയ്യ, ഞാൻ ഐസിന്ന് വന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. കിടപ്പ് തന്നെയാണ്, ഛർദിൽ കിടപ്പ് തന്നെയാണ്. തിരുമേനി എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പോയില്ല, വയ്യാതെ കിടപ്പാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേച്ചിയും തിരുമേനിയും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് യൂസാവും, അങ്ങനെ ചികിത്സയ്ക്കുള്ള പണമൊക്കെ കണ്ടെത്താം. അമ്മക്ക് രമ്യ ചേച്ചി പറയണ കേൾക്കാം. രമ്യ ചേച്ചിയാണ് ഇതിൻ്റെ മെയിൻ ആള്, ഇത് ചെയ്യിക്കണ ആള് രമ്യ ചേച്ചിയാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തിരുമേനി ഇവിടെ വന്നു, പപ്പ ക്ഷണിച്ച് തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാനും പ്രാർത്ഥനയിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്താനും തിരുമേനി ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥനയിൽ കൂടെയുള്ള ധൈര്യവും പ്രാർത്ഥനയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ളവരെയുമാണ്. അത് ഇത്രയും വയ്യാത്തൊരവസ്ഥയിൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഏതൊരു അവസരത്തിലാണെങ്കിലും ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തിരുമേനിയുടെ കൂടെയുള്ളവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ ധൈര്യം. അനേകായിരം പേരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യം. അദ്ദേഹം ഞങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങും മാനസികമായ വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? അച്ഛൻ പ്രാർത്ഥിക്കണത് മാത്രമല്ല, നിങ്ങൾ അച്ഛനെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കണതാണ്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അവരെ അങ്ങനെ പറയണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് അച്ഛൻ വന്ന് നിന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത്. ഇപ്പോഴും മനസ്സിലാകുന്നില്ല രേണുവിനെ ആര് ചേർത്ത് പിടിക്കുന്നു, ആരാശ്വസിപ്പിക്കുന്നു, അവരെ എല്ലാം എന്തിനാണ് ഇങ്ങനെ ഈ ചില ബ്ലോഗേഴ്സ് തെളിഞ്ഞു പിടിച്ചിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാണ് രേണുവിനെ ആര് ചേർത്ത് പിടിക്കുന്നോ അവരെയൊക്കെ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യുന്നു. രേണുവിനെ ഇപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കൃമികൾ, അതിനെ എടുത്തു പറയാൻ കുറച്ച് പേരുണ്ട്. ഒരു നേരമാകുമ്പോൾ ഇരുന്ന് ബളബളാന്നും പറഞ്ഞ് പ്രസംഗിക്കണം. അവർ ചേർത്ത് പിടിക്കുന്നതാണ്. അത് വെറുതെ അവർക്ക് റീച്ചിന് വേണ്ടി ആരടുത്തെങ്കിലും ഉള്ള വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് ഇരുന്നു കൊണ്ട് രേണുവിൻ്റെ പക്ഷം ചേർന്ന് നിന്ന് റീച്ചിന് വേണ്ടി കളിക്കണ കളിയാണ്. രമ്യ ചേച്ചിക്കൊന്നും അറിയാൻ വയ്യ. അപ്പം രമ്യ ചേച്ചി വിചാരിക്കും, ഓ രേണുവിനെ നല്ലതാക്കി പറയണു, അല്ല കിച്ചുവിനെ മോശക്കാരനാക്കിയൊക്കെ പറയുമ്പോൾ അത് രേണുവിൻ്റെ പക്ഷം ചേർന്ന് എന്ന് പറയണത് ഇതൊക്കെ വെറുതെ അവർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. ആ മകനെ അകറ്റി നിർത്തിക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമെങ്കിൽ, എന്നിട്ട് ആ മകനെ പറ്റി ഇരുന്നും കൊണ്ട് രേണുവിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ടാണ് പറയണത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അതിനെ എന്തെല്ലാണ് പറയണത്? നിർത്തിക്കൂടെ നിങ്ങൾക്കൊക്കെ? ആ കുട്ടിയെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? അത് ഒരു ശല്യത്തിനും വരുന്നില്ല. നിങ്ങൾ ഇത്രയും ഈ രേണുവിൻ്റെ പക്ഷം ചേർന്ന് എന്ന് പറയണമെന്നും പറഞ്ഞ് നിങ്ങൾ റീച്ചിന് വേണ്ടി പറയുന്നതാണ്. പക്ഷേ അവനെ എത്രത്തോളവും പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്ന് മറുപടി പറയുന്ന, അത് കണ്ണും അടച്ച് മിണ്ടാതിരിക്കണമല്ലോ. കണ്ടതുമില്ല കേട്ടതുമില്ല എന്ന് വിചാരിച്ച് അത് മിണ്ടാതിരിക്കണം. ഒരു മനുഷ്യനെ പറയണതിന് ഒരു മര്യാദയില്ലേ? അത് അറിയാറായ ഒരു കുട്ടിയല്ലേ, അതിന് വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലേ? അപ്പോൾ അതിനെ ആരെടുത്ത് ഷെയർ ചെയ്യാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ പിന്നിൽ നിന്ന് ഇതേ കണക്ക് നിങ്ങൾ ഉപദ്രവിക്കണത്? നിങ്ങൾക്ക് ഇനി അങ്ങ് നിർത്തിക്കൂടെ? നിങ്ങളെ ഈ റീച്ച് ഉണ്ടാക്കൊക്കെ ഇനി അങ്ങ് നിർത്തിക്കൂടെ?
രേണു സുഖമില്ലാത്തതാണ്, ആ രേണുവിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഓരോരുത്തർ കയറി കളിക്കണത്. രേണുവിനെ ഇതുപോലെ ദ്രോഹിക്കുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവളെ ചേർത്ത് പിടിക്കുന്നവരെയും നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിടാൻ നിങ്ങൾക്ക് ഒരു മനസ്സുമില്ലേ എന്നാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. കാരണം അതുപോലെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കുന്നവരും ചേർത്ത് പിടിക്കുന്നവരും ആ ഒരു കാരണം കൊണ്ട് ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ ആരും രേണുവിനെ ചേർത്ത് പിടിക്കണവരാരും ഒന്നും പറയുന്നില്ല. രേണുവിനെ ചേർത്ത് പിടിക്കണത് മൊത്തം കള്ളത്തരമുള്ള ടീമുകളാണ് ഇങ്ങനെ രേണുവിനെ ചേർത്ത് പിടിക്കണമെന്നും പറഞ്ഞ് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ രമ്യ ചേച്ചി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ തങ്കച്ചൻ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്നും കൊണ്ട് പറയുന്നുണ്ട്. ഇന്നലെ രേണു സുധീന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ കണ്ട് ബിഷപ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിന്ന്. ബിഷപ്പിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അയാളെ വീട്ടിൽ പോണം. അതിനെ വിട്ടിട്ട് അയാള് അവിടെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് അത് അവിടെ വലിയൊരു ഇഷ്യൂ. ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന് ഋതപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് ഋതപ്പന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെല്ലാം ഓർക്കണം, ഋതപ്പന് അച്ഛനോ ഇല്ല, ഇനി അമ്മയും കൂടി ഇല്ലാണ്ടാവും, അതുകൊണ്ട് നിങ്ങളെല്ലാം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്, അമ്മ വേണമെന്നെല്ലാം പറഞ്ഞിട്ട്. അവൾക്ക് സുഖം ഉണ്ടായിരുന്ന സമയത്ത് അവൾ എവിടെ ഉണ്ടായിരുന്നു? അവള് ബിസി ബഹ്റൈനിലും മാജിക് മൂവ്മെന്റും കഴിച്ചിട്ടും തൊടയും വടയും ഗുടിയും കാണിച്ചിട്ട് ഇതെല്ലായിരുന്നു അവള് ചെയ്യുന്നത്. അന്ന് അവൾക്ക് ആ മകനെ ഓർത്തിട്ടില്ല. എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് ബിഷപ്പെ? നിങ്ങൾക്കും കുറച്ച് ഡോളർ കിട്ടണം, നിങ്ങൾക്ക് കണ്ടന്റ് ആക്കിയിട്ട് ഡോളേഴ്സ് വേണം. നിങ്ങൾക്ക് നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് നിങ്ങൾ ആ സ്ഥലം കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായി. എത്രയോ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം അത് തന്നെ പ്രാർത്ഥിക്കാൻ വന്നാൽ പ്രാർത്ഥിച്ചിട്ട് ബിഷപ്പിന്റെ വീട്ടിൽ പോകണം. ബിഷപ്പ് പ്രാർത്ഥിക്കാൻ വന്ന പറ്റും പറഞ്ഞിട്ട് രമ്യ ചേച്ചി അവിടെ ഇരുത്തിക്കൊണ്ട് ബിഷപ്പിനെ കൊണ്ട് വീഡിയോ എടുത്ത് അതും ഇതും നക്കുന്നുണയം പറഞ്ഞ് ആ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യണു. സ്വന്തം ഫാമിലി പ്രോപ്പർട്ടി ആയിരിക്കും, ഇല്ലെങ്കിൽ അവർ നെയ്ച്ച പൈസ ആയിരിക്കും. ഗൾഫിലെല്ലാം പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയില് അവര് മേടിച്ച സ്ഥലങ്ങളാണ് അവർ ഡൊണേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങളെ പോലെ നാട്ടാരെ പറ്റിച്ചിട്ടുള്ള പൈസയല്ല. നിങ്ങൾ ചെയ്യുന്ന കുട്ടിയെ കർമ്മം, നിങ്ങൾ പറഞ്ഞല്ലോ കർമ്മ റിട്ടേൺസ്, കറക്റ്റ്. നിങ്ങൾക്ക് അതാണ് ഇപ്പൊ തിരിച്ചടിക്കാൻ പോകുന്നത്. വരും ദിവസങ്ങള് നിങ്ങൾ എത്രത്തോളം രേണു സുധീനെ ചേർത്ത് പിടിക്കുന്ന അത്രത്തോളം നിങ്ങൾക്ക് കഷ്ടങ്ങൾ വന്നുകൊണ്ട് നിൽക്കുക ചെയ്യാം. നിങ്ങൾ ഇനി കേസ് ആരെ മേത്തിട്ടാലും നിങ്ങളെ മേത്ത് വരുന്ന വലിയ കേസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് ഋതപ്പന ഓർമ്മ വന്ന് ഋതപ്പന് അച്ഛനില്ലാന്ന്, ഇതേ കിച്ചുന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സുധീന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാ കൊടുത്തതെന്ന് വെച്ചാൽ സുധീന്റെ മക്കൾക്ക് എന്നുള്ളത് അത് ഇനി നിങ്ങൾ പറഞ്ഞു പോരുത്. നിങ്ങൾ കൊടുത്തിട്ടുള്ളത് രേണുവിനും രേണുവിന്റെ ഫാമിലിക്കും രേണുവിന്റെ മോനും വേണ്ടിയിട്ടുള്ളതാ. നിങ്ങൾ ആൾക്കാരെ വിഡ്ഢിയാക്കുന്നോ? നിങ്ങളെ ഉദ്ദേശം ടാർഗറ്റ് വാസ് സംതിങ് എൽസ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അതിന് കുറച്ച് ദിവസങ്ങളിൽ ഇതേ യൂട്യൂബേഴ്സ് കൊടന്ന് മുമ്പിലിടും. അവര് നിങ്ങളെ വീട്ടിന് ചേർത്തിട്ട് തന്നെ നിങ്ങൾ ഇരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം എന്തോ ഒരു ക്രിക്കറ്റ് മൈൻഡിലൂടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. ഷീ ഈസ് എ വിഡോ, ഷി വിൽ ബി ഇൻ മൈ ഹാൻഡ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യുക. പക്ഷേ അവൾക്ക് അച്ഛന് നാശം തുടങ്ങി. അതുകൊണ്ടാണ് അച്ഛൻ അവിടെ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് കയറിയിട്ട് അച്ഛൻ മറ്റുള്ളവരെ പറ്റിയൊക്കെ ഇരുന്നും കൊണ്ട് പറയുകയും അച്ഛന് പ്രാർത്ഥിക്കുന്നെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതുപോലെയാണ് അവിടെ ഒരു മകന് ഋതപ്പൻ്റെ കാര്യമാണ് അച്ഛൻ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത് അച്ഛനില്ല എന്ന്. അതുപോലെ മറ്റേ കുട്ടിക്കും ഇല്ലല്ലോ, അതിന് അച്ഛനും ഇല്ല അമ്മയില്ല, അതിന് 2 വയസ്സ് തൊട്ടേ അത് അനാഥയല്ലേ. എന്നിട്ട് അച്ഛൻ തന്നെ പറയുന്നുണ്ട് രേണു വളർത്തമ്മയാണെന്ന്. ഇനി അതും കൂടെ കേൾക്കുമ്പോൾ എന്ത് വിഷമമാണ്. ഈ വളർത്തമ്മ എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ കേൾക്കുമ്പോൾ രേണു എത്ര നാളാണ് കിച്ചുവിനെ വളർത്തിയത്? 11 വയസ്സ് തൊട്ടാ. 11 വയസ്സ് തൊട്ട് സുധി കയ്യിൽ ഏൽപ്പിച്ചേണെന്ന് പറയണു. രേണുവിൻ്റെ കയ്യിൽ 11 വയസ്സ് തൊട്ട് ഏൽപ്പിച്ചെങ്കിൽ ആ കുറച്ച് നാളൊക്കെ എന്തായാലും സുധി അവിടെ ഉണ്ടായിരുന്നല്ലോ. സുധി ഉള്ള സമയത്ത് കിച്ചുവിനെ നോക്കിയിരുന്നത് സുധിയല്ലേ, അതായത് കിച്ചുവിൻ്റെ അച്ഛനല്ലേ. സുധി മരിച്ചതിന് ശേഷം രേണു ഒരു നേരമെങ്കിലും മരിക്കുന്ന മുമ്പ് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. മരിച്ചതിന് ശേഷം ആവട്ടെ രേണു ഒരു നേരമെങ്കിലും ആ കുട്ടിയെ നോക്കിയിട്ടുണ്ട്. സ്വന്തം വയറ്റിൽ നിന്ന് പിറന്ന മകനെ പോലും
രേണു ഒന്ന് തിരക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രേണുവിന് പണം വന്ന് തലയ്ക്ക് മീതെ മറിഞ്ഞപ്പോൾ രേണുവിന് എന്തെന്നില്ലാത്ത ഒരിത് തോന്നി. രേണു പലരെയും പലതും പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് രേണു കിച്ചുവിനെ പോലും അകറ്റി മാറ്റി നിർത്തിയത്. അല്ലെങ്കിൽ പിന്നെ കിച്ചു എന്ന് പറഞ്ഞില്ലേ, സബ്സ്ക്രിപ്ഷൻ വൃത്തികേടുകൾ കാണിച്ചപ്പോൾ പറഞ്ഞ അമ്മ ഇത് ഇനി വേണ്ട, ഋതപ്പൻ്റെ സ്കൂളിലുള്ള കുട്ടികളായിരുന്നാലും അല്ല പല കുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്, ഇതിനി അമ്മ അങ്ങ് നിർത്തും. ആദ്യം കിച്ചു പറഞ്ഞു ശരിയാണ്, സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോണു മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങാം. അവൻ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയുള്ള വൃത്തികേടുകളാണ് അതിൽ കാണിക്കണേന്ന് വിചാരിച്ചില്ലല്ലോ. പിന്നല്ലേ നാക്കിട്ട് കറക്കക്കും മറ്റുള്ള പ്രവർത്തികളെല്ലാം കാണിച്ചത്. രേണുവിനെയും അതുപോലെ കുടുംബത്തെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേര് കൂടിയിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നിൽ നിന്ന് കുത്തി പറഞ്ഞു തരാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് റീച്ചിനും കണ്ടന്റിനും വേണ്ടിയിട്ടാണ്, അവർക്ക് പണത്തിനും വേണ്ടിയിട്ടാണ് രേണുവിനെ ഇപ്പോഴും കരുവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ രമ്യയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, രമ്യയാണ് ഇതെല്ലാം ചെയ്യിക്കണത്. ഇതൊക്കെ വെറുതെ ചേർത്ത് പിടിക്കുന്നതൊന്നും അല്ല, അതൊക്കെ അവർക്ക് റീച്ചിന് വേണ്ടി അവർ കാണിച്ചു കൂട്ടുന്നതാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം.